നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് വിവിധ ലോകരാഷ്ട്രങ്ങൾ. ശക്തമായ നിയന്ത്രണങ്ങൾ മൂലമുണ്ടാകുന്ന സാമ്പത്തിക തിരിച്ചടിയിൽ നിന്ന് അതിവേഗം കരകയറുകയാണ് മുഖ്യ ലക്ഷ്യം. കോവിഡിനെ തുടർന്ന് നിശ്ചലമായിരുന്ന വിപണിയെ വീണ്ടും സജീവമാക്കാൻ ഒമാൻ രംഗത്തെത്തി. പ്രവാസികൾക്കായി ഇതാ ഒരു സന്തോഷ വാർത്ത. ഒമാൻ പുതിയ വിസകൾ അനുവദിച്ചു തുടങ്ങിയിരിക്കുന്നു. നേരത്തെ കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി നിർത്തിവെച്ച പുതിയ തൊഴിൽ വിസകളാണ് ഇപ്പോൾ അനുവദിച്ചു തുടങ്ങിയത്. എന്നാൽ നേരത്തെ തന്നെ സന്ദർശന വിസകളും വീണ്ടും അനുവദിച്ചു തുടങ്ങിയിരുന്നു. രാജ്യാന്തര സർവീസുകൾ തുറന്ന യാത്രാ സജ്ജീകരണങ്ങളും ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒക്ടോബർ 1 മുതലാണ് വിമാനത്താവളങ്ങൾ തുറന്ന് രാജ്യാന്തര വിമാന സർവീസുകൾ ആരംഭിച്ചത്. രാജ്യത്തെ കോവിഡ് കേസുകൾ കുറഞ്ഞതിന് പിന്നാലെ തൊഴിൽ മേഖല വീണ്ടും സജീവമാവുകയാണ്. ഈ സാഹചര്യത്തിൽ പുതിയ തൊഴിൽ വിസ അനുവദിക്കുന്നത് കമ്പനികൾക്കും തൊഴിലാളികൾക്കും ഏറെ ആശ്വാസം നൽകുമെന്നതിൽ സംശയമില്ല. നീണ്ട 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒമാനിൽ വീണ്ടും തൊഴിൽ വിസ അനുവദിക്കുന്നത്. നേരത്തെ വിദേശികൾക്ക് ഫീസും പിഴയും ഒന്നും അടയ്ക്കാതെ തന്നെ ജന്മനാടുകളിലേക്ക് മടങ്ങുന്നതിന് തൊഴിൽ മന്ത്രാലയം പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ രജിസ്റ്റർ ചെയ്തത് 7689 പേരാണ്. ഇത് നവംബർ 19 വരെയുള്ള കണക്കുകളാണ്. നവംബർ 15-നാണ് ഈ പദ്ധതി പ്രകാരം രജിസ്ട്രേഷൻ ആരംഭിച്ചത്. രജിസ്റ്റർ ചെയ്തവരിൽ 3263 പേർ തൊഴിൽ ഇല്ലാത്തവരാണ്. 408 പേർ തൊഴിൽ പെർമിറ്റ് ഇല്ലാത്തവരും 253 പേർ തൊഴിൽ പെർമിറ്റ് റദ്ദായവരുമാണെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വിസ രീതി വെച്ചുള്ള കണക്കുകൾ പ്രകാരം രജിസ്റ്റർ ചെയ്തവരിൽ 7289 പേർ തൊഴിൽ വിസയുള്ളവരാണ്. 93 പേർ കുടുംബ വിസയിലുള്ളവരും 87 പേർ ഫാമിലി ജോയിനിങ് വിസയിലുള്ളവരും 147 പേർ സന്ദർശന വിസയിൽ ഒമാനിലെത്തിയവരുമാണ്. അതേസമയം 12 പേർ ടൂറിസ്റ്റ് വിസയിലുള്ളവരും തൊഴിൽ താമസ രേഖകളില്ലാത്ത 61 പേരും പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നാട്ടിലേക്ക് ഫീസും പിഴയുമില്ലാതെ മടങ്ങാനുള്ള ആനുകൂല്യം ഡിസംബർ 31-ന് അവസാനിക്കുന്നതാണ്. ഈ വർഷം അവസാനം വരെ വിദേശികൾക്ക് തൊഴിൽ പെർമിറ്റ് കാലാവധി കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട ഫീസുകളും പിഴയും ഒഴിവാക്കി നൽകുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഒളിച്ചോടിയ തൊഴിലാളികൾക്കും അപേക്ഷിക്കാവുന്നതാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.